ഹലോ ഗായ്സ്, നമ്മളെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പുതിയൊരു വെറൈറ്റി കണ്ടന്റ് പുതിയൊരു വെറൈറ്റി കണ്ടന്റ് ആയിട്ടാണ് ഞങ്ങൾ ഒരു രീതിയിൽ നിങ്ങളാരും ഞങ്ങളുടെ വീഡിയോ കാണുന്നില്ല. അപ്പോൾ വേൾഡിൽ ആദ്യമായിട്ട് ഒരു ഫാമിലി മൊത്തം ഫുഡ് ഡെലിവറി ജോബിന് ഇറങ്ങുകയാണ്. ഞങ്ങൾ സൊമാറ്റോയാണ് ചൂസ് ചെയ്ത പ്ലാറ്റ്ഫോം. അപ്പോൾ സൊമാറ്റോൻ്റെ അക്കൗണ്ട് എടുത്തു, ലോഗിൻ ചെയ്ത് ഓൺലൈനിലാക്കിയിട്ടുണ്ട്. ഇനി ഓർഡർ അടിക്കുന്ന താമസം. ഞങ്ങളപ്പോൾ ടൗണിലേക്ക് മൂവ് ചെയ്യുവാണ്. നമ്മൾ സോണിൻ്റെ ഉള്ളിൽ പോയി എന്നാലും ഓർഡർ അടിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ സോണിൻ്റെ ഉള്ളിലേക്ക് പോവുക. നമുക്ക് വിൽക്കാൻ വെക്കാനാകേണ്ടതാ. നമ്മളിപ്പോൾ വൈകിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഒരു 6 മണി ആയിട്ടുണ്ട്. ഒരു 10 മണി വരെ നോക്കാമെന്ന് വിചാരിച്ചു. എത്ര പൈസ കിട്ടുന്നുള്ളതെല്ലാം നമുക്ക് ലാസ്റ്റ് കാണാം. അപ്പോൾ എന്തായാലും പോകുന്ന വഴി നമുക്ക് നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ലുക്ക്. ഞങ്ങൾ സേഫ്റ്റിയൊക്കെ എടുത്തിട്ടുണ്ട്. കുഞ്ഞോട്ടിന് ഹെൽമെറ്റ് ഇല്ല. പിന്നെ ഞങ്ങൾ മാക്സിമം പയ്യെ പോകുള്ളൂ. ഫോൺ ഹോൾഡ് ചെയ്ത് ഹെൽമെറ്റ് വെച്ചു, ബാഗ് മുമ്പിൽ വെച്ചു. പിന്നെ ഞങ്ങൾ പോവാണ്. കുഞ്ഞോട്ടിന് പാലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്താവുമെന്ന് അറിയില്ല. അപ്പം ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓർഡർ അടിക്കുമ്പോൾ ഇനി കാണാം. ഞങ്ങൾ ടൗണിലേക്ക് പോട്ടെ. സോണിൻ്റെ ഉള്ളിൽ പോയാലും ഓർഡർ അടിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ടൗണിലെത്തിയിട്ടുണ്ട്. എനിക്ക് തൊണ്ടവേദന ആയതുകൊണ്ട് മെഡിക്കൽ ഷോപ്പിൽ ഒരു രണ്ടുപേരും കൂടി സ്ട്രെപ്സിൽസ് വാങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ സ്ട്രെപ്സിൽസ് വാങ്ങി വന്നിട്ട് നമുക്ക് നേരെ എന്താ പറയുക, അല്ല സോണിലെത്തി. സോണിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഓർഡർ അടിക്കുവാണെങ്കിൽ നമുക്ക് ഹോട്ടലിൽ പോയിട്ട് പിക്ക് ചെയ്തിട്ട് കൊണ്ടു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചിൽഡ്രൻസ് പാർക്ക്. ഇതാണ് ഞങ്ങളുടെ റെസ്റ്റ് പോയിന്റ്. ഇവിടുത്തെ റെസ്റ്റ് പോയിന്റ് അല്ല, ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത്. ഡെലിവറി ബോയ്സ് മൊത്തത്തിൽ ഇവിടെ ഞങ്ങളിങ്ങനെ സൊറ പറഞ്ഞുകൊണ്ടിരിക്കും. ഓർഡർ അടിച്ചിട്ട് ഈ നോമ്പൊക്കെ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇപ്പോൾ അടിച്ചു തുടങ്ങും. നോമ്പ് തുറേൻ്റെ ടൈം ആകുമ്പോഴത്തേനും അടിച്ചു തുടങ്ങും ഓർഡർ. വെയിറ്റിങ്ങിലാണ്, കട്ട വെയിറ്റിംഗ്. നമ്മുടെ ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുള്ള KFC എന്നാണ്. 6 കിലോമീറ്ററിന് 46 രൂപ. പക്ഷേ അത് 46 രൂപ അല്ല, അതിൻ്റെ അപ്പുറം കിട്ടും. അപ്പോൾ നമുക്കിനി KFCയിലേക്ക് പോവാം. ഇനി KFCയിലേക്ക് നമ്മൾ പോകണം കേട്ടോ. ലൊക്കേഷൻ ഇടുന്നവർക്ക് ലൊക്കേഷൻ ഇടാം. നമുക്ക് പിന്നെ KFC അറിയാവുന്നത് കൊണ്ട് ഇറങ്ങി പോയാൽ മതി. അപ്പോൾ ഞങ്ങൾ നിന്നിട്ടുള്ള ഫസ്റ്റ് ഓർഡറാണ്. ഞങ്ങൾക്ക് അടിച്ചു. ഞങ്ങളൊന്ന് ഓടിപ്പോട്ടെ അങ്ങോട്ട്. ഓക്കെ, ഇവിടെ എത്തി. ഇങ്ങനെ റീച്ച് കൊടുക്കണം. റീച്ച് പിക്കപ്പ് ലൊക്കേഷൻ. 1 മിനിറ്റും കൂടെ നമ്മുടെ ഓർഡർ റെഡിയാകാൻ ടൈമുണ്ട്. നമ്മളപ്പോൾ വെയിറ്റ് ചെയ്യുക. റെഡിയായി, ഓർഡർ റെഡിയായി. ഇനി നമ്മൾ പോയി എടുത്തിട്ട് വരണം. എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞൂട്ടനാണ് ഫസ്റ്റ് പോകുന്നത്. രണ്ടുപേരും കൂടെ ഓർഡർ എടുക്കാൻ പോയിട്ടുണ്ട്. ഞാനിവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നതാണ്. ഇപ്പൊ തന്നെ വരും. കുഞ്ഞൂട്ടനെ കണ്ടിട്ട് സ്റ്റാഫൊക്കെ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എടുത്തതിന് ശേഷം ഇതുണ്ടോ, പിക്ക് ഓർഡർ. പിക്ക് കൊടുക്കുക, ഇവരുടെ റേറ്റിംഗ് കൊടുക്കുക. നമുക്ക് കറക്റ്റ് സമയത്ത് സാധനം തന്നു കൊടുത്തു. പിന്നെ നമ്മളിതായി ലൊക്കേഷൻ. ഫസ്റ്റ് ഓർഡർ നമുക്ക് 6 കിലോമീറ്ററിനാണ് കിട്ടിയിട്ടുള്ളത്. എവിടെയാണ് ലൊക്കേഷൻ വരുന്നത്? 7 കിലോമീറ്റർ. 7 കിലോമീറ്ററിനാണ് ഉള്ളത്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. ആദ്യമായിട്ട് വരുന്നോണ്ടാണ്. ഡെയിലി ഇങ്ങനെ വരികയാണെങ്കിൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് ഓർഡർ കൊടുത്തിട്ട് വേഗം വരാം. അപ്പോൾ നമ്മൾ ലൊക്കേഷനിലെത്തിയിട്ട് ഇതാ റീച്ച് ഡ്രോപ്പ് എന്ന് പറഞ്ഞ് ഇതിൽ ഞെക്കണം. എന്നിട്ട് നമ്മൾ കസ്റ്റമറിനെ വിളിക്കണം ഇങ്ങനെ. ഓക്കെ, ഞാൻ കുഞ്ഞുകൊണ്ട് കൊണ്ട് കൊടുത്തിട്ട് വരാം. ടാറ്റാ. ഡിക്കി ഓക്കെ, ഔട്ട് ഓഫ് ഫോക്കസ് ആയോളാം. ഓക്കെ, ടാറ്റാ. സ്കൈ ടാറ്റാ. നോക്കിപ്പൊടിപ്പിക്കുന്നേ. നമ്മൾ കസ്റ്റമേഴ്സിനെ എന്തായാലും വീഡിയോ കാണിക്കുന്നില്ല, കാരണം അവരെ പ്രൈവസി ആണല്ലോ. അപ്പം നമ്മൾ ചോദിക്കാണ്ടൊക്കെ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് അവർ രണ്ടുപേരും അങ്ങോട്ട് പോയിട്ടുണ്ട്. കുറച്ച് വഴി അങ്ങോട്ട് പോകണം. തൊണ്ട കുറച്ച് പ്രശ്നമുണ്ട്. ഞാനിവിടെ വെയിറ്റ് ചെയ്യുകയാണ് പുറത്ത്. കുറച്ച് അങ്ങോട്ട് നടന്നു പോയിട്ടുണ്ട് അവർ. ഇപ്പോൾ വരുമായിരിക്കും.
അപ്പോൾ ഗൈസ് ഞങ്ങളിവിടെ കൊടുത്തു. എല്ലാവർക്കും ഭയങ്കര സർപ്രൈസ്. എന്താണ് കൊച്ചിനെ കൊണ്ട് ഡെലിവറി ചെയ്യാൻ വന്നത്. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് കൊച്ചി ഇരിക്കുന്നില്ല, വ്ളോഗ് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ല. എൻ്റെ അടുത്ത് കൊച്ചി വീട്ടിൽ ഇരിക്കുന്നില്ല എന്നെ കാണാണ്ട്, അതുകൊണ്ട് കൂട്ടിയതാന്ന് പറഞ്ഞു. അപ്പോൾ അതാ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് KFC തന്നെ. നമുക്ക് പോയി എടുക്കാം. ഓക്കെ, എടുത്തിട്ട് വരാം. അപ്പോൾ ഗൈസ് ഇതിപ്പോൾ 5ാമത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട്. നമുക്ക് KK റെസിഡൻസിൽ നിന്ന് അടിച്ചത്. ഇവിടെ 3 മിനിറ്റ് സമയമുണ്ട് പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആശുപത്രി വെള്ളം കുടിക്കണം പറഞ്ഞാൽ നമുക്കൊരു വെള്ളം കുടിച്ചു. ഓക്കെ, നമ്മളെല്ലാ ഓർഡറും എടുക്കുന്നില്ല കേട്ടോ, കാരണം നിങ്ങൾക്കും ബോറടി ആയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് എടുക്കാം. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ എല്ലാം എത്ര പൈസ കിട്ടി എല്ലാ ഡീറ്റെയിൽസും പറയണം. നോക്കുന്നില്ല പറഞ്ഞോളൂ. 5 ഓർഡറായി, ടയേർഡായി. ഇവിടെ മാത്രമാണ് KKയിൽ മാത്രം വന്നാണ് ഡെലിവറി ബോയ്സിന് ഇവിടെ ഇരിക്കാനുള്ള സജ്ജീകരണമുള്ള. ഇതുണ്ടല്ലേ ഒരു സോഫ, ഞങ്ങൾ വെയിറ്റിംഗ് ഏരിയ ആണ്. വെയിറ്റിംഗ് ഏരിയ, രാജകീയമായ വെയിറ്റിംഗ് ഏരിയ ആണ് ഇവിടെ. ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് 400 രൂപേൻ്റെ മുകളിലായിട്ടോ. ഇന്ന് നല്ല ഓർഡർ ഉണ്ട്. പിന്നെ സർജ് പേ ഉണ്ട്. പിന്നെ ഞാൻ കുറേ കാലത്തിന് ശേഷം ഞാൻ പണ്ടെടുത്ത് വെച്ച് ഐഡിയ ചെയ്ത് പിന്നെ വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ കുറേ ഓഫറുകളും കാര്യങ്ങളും എനിക്കുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര എമൗണ്ട് ആയത്. മൊത്തത്തിൽ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക് എല്ലാവർക്കും എത്ര രൂപയായി എന്ന്. കുഞ്ഞൂട്ടൻ എന്താ ഹാപ്പിയാ? കാണിച്ചു തരാ കുഞ്ഞൂട്ട. അതിൻ്റെ ഉള്ളിൽ എന്താ ഹായ് നീര പപ്പയ്ക്ക് മുമ്പ് വന്ന് അവിടെ ഞങ്ങളുടെ ഓർഡർ റെഡിയായി. അപ്പോൾ ഞങ്ങൾ പോവാണ്. ടാറ്റാ. നമ്മളവിടെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ചന്ദനൊക്കെ വെച്ച് ഇപ്പൊ നമ്മൾ പോവാണ്. സമയം തീരെയില്ല. ഇപ്പൊ തന്നെ 8 മണിയാറ്റായി. ഞാൻ പോട്ടെട്ടാ. അപ്പൊ 10 മണിയായി. കുഞ്ഞുടൻ ഏകദേശം ഉറങ്ങി. ഞങ്ങൾക്ക് ഓരോ ഓർഡറും കൂടെ വേണം. ഇപ്പോൾ ടോട്ടല് 700 സംതിങ് ആയിട്ടുണ്ട്. 4 മണിക്കൂർ പണിയെടുത്തിട്ട് ഓക്കെയാണ് 700 സംതിങ്. ഇന്ന് നല്ല ഓർഡർ പേ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ്. സാധാരണ ഇത്രയും കിട്ടൂല, ചിലപ്പോൾ കിട്ടും, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. കറക്റ്റ് കാര്യം എനിക്കറിയില്ല. പണ്ട് ഞാൻ ഓടിയപ്പോൾ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ സത്യം കേട്ടോ, കാരണം ഈ പൊടിയിലും ഈ വണ്ടീന്റെ റഷിലൊക്കെ കറക്റ്റ് ടൈമിൽ നമുക്ക് ഫുഡ് കൊണ്ട് തരുന്നവന്മാരെ സമ്മതിച്ചേ പറ്റൂ. ഫുഡ് കൊണ്ട് തന്നിട്ട് ഓരോ വീട്ടിൽ നിന്ന് ഓരോ ചീത്ത വിളി കേൾക്കേണ്ടി വരും. ഓക്കെ, ഞാനേ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇന്നത്തെ വരുമാനവും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇപ്പൊ നിയറസ്റ്റ് ആയിട്ട് നമ്മുടെ അടുത്തുള്ള ഹോട്ടലാണ് കാണിക്കുന്നത്. ഇവിടെ എന്തായാലും ഷുവർ ആയിട്ടൊരു ഓർഡർ ഉണ്ട് എന്നാണ് പറയുന്നത് അതിൻ്റെ അകത്ത്. അപ്പൊ ഇന്നത്തെ എമൗണ്ട് ഞാൻ കാട്ടിത്തരാം നിങ്ങൾക്ക്. കണ്ടോ, 711 രൂപയായി എനിക്ക് 10 ട്രിപ്പ് ടോട്ടൽ. അതിൻ്റെ അത് 4.5 മണിക്കൂർ നമ്മൾ പണിയെടുത്ത് 7 മിനിറ്റ് കംപ്ലീറ്റ് ആക്കി. ഗ്രൂപ്പ് പാർട്ണറാണ്. കാരണം ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ കാലമായി കയറിയിട്ട്, അതുകൊണ്ടാണ്. ഇതുണ്ടോ, കളക്ഷനൊന്നുമില്ല, സ്റ്റാറൊന്നുമില്ല, ഓൺ ടൈം ഡെലിവറി ഉണ്ട്. ഇതൊക്കെയാണ് ഇത് പെർഫോമൻസ് എന്തോ ഹൈ ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും. കറക്റ്റ് കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ല. അതിൻ്റെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്, ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ അത്. കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് 1 ഡേ ബുക്കിംഗ് നടക്കുള്ളൂ. കാരണം ഏറ്റവും താഴത്തെ ലെവലിലാണ് ഞാൻ കിടക്കുന്നത്. കാരണം അതിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ, നല്ല ചിരിച്ചു സുന്ദരമായിട്ടുള്ള ഫോട്ടോ. ഓക്കെ, പറഞ്ഞാൽ ഇതാണ് ഗൈസ് പോസ്റ്റ്. ഓർഡർ ഇപ്പോൾ അടിക്കും എന്ന് പറഞ്ഞ് ഓരോ ഓർഡറിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് ഇത്രയും നേരമായിട്ട്. ശരിക്കും പറഞ്ഞാൽ 1 പോസ്റ്റാണ്. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ആരും കാണുന്നില്ല, എല്ലാവരും ഇവിടെയാണ് വന്നിരിക്കല്. ബാക്കിയുള്ള എല്ലാവരും ഓർഡറിലായിരിക്കും ചിലപ്പോൾ. കാരണം എനിക്ക് ഒരെണ്ണം കൂടെ മതി. എനിക്ക് ഒരെണ്ണം കൂടെ കിട്ടിയ 100 ഇൻസെൻറ്റീവും കൂടെ അധികം തരേണ്ടി വരും. അതുകൊണ്ട് വെയിറ്റ് അടുപ്പിക്കുകയാണ്. ഇതാണ് അവസ്ഥ എല്ലാവരുടെയും. വെറുതെ പോസ്റ്റ് അടിച്ച് നമ്മൾ സമയം വെറുതെ കളയണം. ഇവിടെ പെട്ടെന്ന് സമയം പോയിട്ടോ. ഈ 4.5 മണിക്കൂർ പോയത് ആരും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അടിപൊളിയാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാരുടെ മുമ്പിലുള്ള അവഗണനയാണ് ഏറ്റവും വലിയ സീൻ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഡെലിവറി ബോയ്സ് കറക്റ്റ് ടൈമിൽ നമുക്ക് സാധനം കൊണ്ട് തരുന്നുണ്ട്. നമുക്ക് പോകാൻ മടിയായിട്ടും നമ്മൾ ഓഫർ നോക്കിയിട്ട് സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് ഒരാൾ അത്ര ഹൈജീനിക് ആയിട്ട് നമുക്ക് ഹോട്ടലിൽ നിന്ന് അവർ തരുന്ന ഫുഡ് അത്ര കെയർ ആയിട്ട് നമുക്ക് കൊണ്ട് തരുന്നുണ്ട്. അവർ ആ ടൈമിനുള്ളിൽ തരുന്നുണ്ട്. ഇവർ ഈ വെയിലത്താണെങ്കിലും മഴയത്താണെങ്കിലും നമുക്ക് കൊണ്ട് തരുന്നുണ്ടല്ലോ. അവർക്ക് നമുക്ക് പരമാവധി നമുക്ക് എന്താണ് ഒരു 10 രൂപ ടിപ്പ് കൊടുക്കുന്നതുകൊണ്ട് ഒരു നഷ്ടം നമുക്ക് സംഭവിക്കാനില്ല. അപ്പോൾ കൊടുക്കുന്നവർ കൊടുക്കുക, ഇത്ര ഞാൻ പറയുന്നുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ നിർബന്ധിക്കുന്നൊന്നുമില്ല. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഞങ്ങളാണ്ട്
പാനിപൂരി കഴിക്കാന്ന് വിചാരിച്ച് മടുത്ത്. അവിടെ പോസ്റ്റ് അടിച്ചെന്ന് മടുത്ത്. ഒരെണ്ണം തരുന്നില്ല, ചതിച്ചതാ. അപ്പൊ കിട്ടി ലാസ്റ്റ് ഓർഡർ അതും നമ്മളെ വീട്ടിന്റെ അടുത്തേക്ക് തന്നെ കിട്ടി. നമ്മൾ പാനിപ്പൂരി കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോകാന്നാ വിചാരിച്ചത്. ഭാഗ്യത്തിന് ഈ പാനിപ്പൂരി കഴിക്കുന്നതിന്റെ തൊട്ടിപ്പുറം തന്നെ ഒരു മാൾ ഉണ്ടായിരുന്നു. അതിൽ പിസ്സ ഹട്ടും ഉണ്ടായിരുന്നു. പിസ്സ ഹട്ടിൽ നിന്നാണ് ഓർഡർ അടിച്ചത്. അപ്പൊ പിസ്സ ആണെങ്കിൽ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും അല്ല, എങ്ങനെയാലും കൊണ്ടുപോകണം. അപ്പം നമ്മുടെ ലാസ്റ്റ് ഓർഡർ 4 മിനിറ്റ് പിക്കപ്പ് ടൈം ഉണ്ട്. ഒന്ന് പോയി ചോദിച്ചു നോക്കാം. കിട്ടിയിട്ടുണ്ടെങ്കിൽ നേരെ വീട്ടിലേക്ക്. ഓക്കെ, അപ്പോൾ ഗൈസ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. കുഞ്ഞുണ്ടെ കൊണ്ട് കിടത്തി. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഏണിങ്സ് എന്ന് പറഞ്ഞാൽ 876 രൂപയാണ്. ഇതാ 776 രൂപ ആയിട്ടുണ്ട് ഓൾറെഡി. ഇത് പ്രോസസ്സിങ്ങിലാണ്. പിന്നെ ഒരു ഈ 8 ഗിഗ് ആയി ഓൾറെഡി. പക്ഷെ അത് 10 ആയി കഴിഞ്ഞാൽ മാത്രമേ അപ്ഡേറ്റ് ആയി വരുള്ളൂ. അതുകൊണ്ടാണ് 876 രൂപ. നമ്മൾ 4 മണിക്കൂറിനുള്ളിൽ 876 രൂപ. അടിപൊളി പൈസയാണ്. ഇതിനായിട്ട് വേറൊരു കാര്യമുണ്ട്. ഇന്ന് ഞങ്ങളുടെ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ ടോട്ടൽ ഒരു 166 കിലോമീറ്റർ ഓടി. എൻ്റെ വണ്ടിക്ക് ഒരു ആവറേജ് 45 കിലോമീറ്റർ മൈലേജ് കിട്ടും. അപ്പം 320 രൂപ എൻ്റെ എണ്ണ അടിച്ചിട്ടുണ്ട്. 320 എണ്ണ അടിച്ച് പിന്നെ ഒരു 20 രൂപ ജ്യൂസ് കുടിച്ചു. അല്ല ജ്യൂസല്ല, ലൈം കുടിച്ച്. പിന്നെ ഒരു 30 ഉറുപ്പ്യക്ക് നമ്മളെന്തോ അലർജിയുടെ എന്തോ സാധനം മേടിച്ചു. ബാക്കി നമ്മുടെ ഇന്നത്തെ ഏണിങ്സാണ്. ഓക്കെ, അതായത് 300 രൂപ ഇൻസെൻറ്റീവ് കിട്ടിയത് തന്നെ പെട്രോൾ അടിച്ച്, അത്രേ ഉള്ളൂ. ഓടി കിട്ടിയ പൈസ മൊത്തം നമുക്ക് ലാഭമാണ്. നിങ്ങളെ നമ്മളെ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ പുതിയൊരു വെറൈറ്റി ആയിട്ട് വന്നത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് മെസ്സേജ് അയയ്ക്കുക, അല്ല കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മളത് ചെയ്യുന്നതായിരിക്കും എന്തായാലും തീർച്ചയായിട്ടും. ഇതുപോലെ ഞങ്ങൾ ഒരു ചെറിയൊരു പരിപാടിയായിട്ട് നാളെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയും യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും. ഫാമിലിയായിട്ട് ഒരു ദിവസം 1 ഡേ ബിസിനസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൻ്റെ അഭിപ്രായം എന്താ, അതെന്താ നോക്കണം എന്നുണ്ട്, എന്താണ്, അതിനെന്ത് വരുമാനം കിട്ടി, ഞങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഓക്കെ, ബൈ.